ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ആയിരിക്കും കാണിക്കുക. ഫ്ലാഷ് ബാക്കിൽ ആ ഒരു മതില് തകർന്നു വീണ സമയം എറിനാണെങ്കിൽ ആ വലിയ കല്ല് ചുമന്നുകൊണ്ട് ആ ദ്വാരം അടയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ മുകളിലായി ബെർണോൾഡും റെയ്നറും അവർ രണ്ടുപേരും എറിനെ തന്നെ നോക്കി നിൽക്കും. അവൻ ആ വലിയ കല്ലുപയോഗിച്ച് ആ ഹോൾ അടയ്ക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഹോൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ടൈറ്റൻസിനകത്തേക്ക് വരാൻ കഴിയില്ല. സോ എത്രയും പെട്ടെന്ന് എറിനെ നമുക്ക് അകത്താക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ടെററായിട്ട് നിൽക്കും. അവരാണെങ്കിൽ തിരിഞ്ഞു നോക്കും. അവരുടെ പുറകിൽ മാർക്കോയെ കണ്ട് അവർ ഷോക്കാവും. മാർക്കോ ആണെങ്കിൽ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തൊക്കെയാ പറയണേ? നിങ്ങളിവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നില്ല? അതിനവർ പറയും, അയ്യോ ഒന്നുമില്ല, ഞങ്ങൾ എറിന കല്ലെടുത്തുകൊണ്ട് പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. മാർക്കോ ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ തിരിഞ്ഞു നടക്കും. പക്ഷെ അവൻ്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ. കാരണം അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ വ്യക്തമായിട്ട് കേട്ടു. എറിനെ കൊണ്ട് ടൈറ്റനായി മാറാൻ കഴിയുന്നുണ്ട്. സോ ഹ്യൂമൻസിന് ടൈറ്റനായി മാറാൻ പറ്റും. ആ കൊളോസ്ട്രിയൽ ടൈറ്റൻ അതൊരു മിന്നായം പോലെ വന്ന് ആ മതിൽ തകർത്തു. പിന്നീട് അതിനെ ആരും കണ്ടിട്ടില്ല. അതിന്റെ ഫുട് പ്രിന്റ് പോലും അവിടെ എവിടെയും ഇല്ല. ഇവർ പറയുന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി ഇവരെ കൊണ്ട് ടൈറ്റനായി മാറാൻ കഴിയുമോ ചിന്തിച്ച് അവർ തിരിഞ്ഞു നോക്കും. അടുത്ത നിമിഷം റെയ്നർ മാർക്കോയെ പിടിച്ചു വലിച്ച് അവനെ ലോക്ക് ചെയ്യുകയാണ്. മാർക്കോ ആണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ എന്തായി ചെയ്യണേ? നിങ്ങൾ തമാശയ്ക്കാണോ ഇതൊക്കെ ചെയ്യുന്നേ? നിമിഷം ആനി ആണെങ്കിൽ അവിടേക്ക് കടന്നു വരികയാണ്. മാർക്കോ ആണെങ്കിൽ ആനിയോട് പറയും, ഇവർ രണ്ടുപേരും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്, ദയവ് ചെയ്ത് നീയെങ്കിലും എന്നെ രക്ഷിക്കേ. അതിന് ആനി ആണെങ്കിൽ അവരെ നോക്കും. റെയ്നർ ആനിയോട് പറയും, പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇവൻ കേട്ടു കഴിഞ്ഞു. നമ്മുടെ രഹസ്യങ്ങൾ ഇവനെ മനസ്സിലാക്കി. ഇനി ഇവരെ ജീവനോട് കൂടെ വിടാൻ കഴിയില്ല. അത് കേട്ട് അവൾ ടെൻഷനാവും. നിങ്ങൾ എന്തായി ചെയ്തത്? ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ സമയം ഒരു ടൈറ്റൻ ആണെങ്കിൽ ലക്ഷ്യമാക്കി അവിടേക്ക് കടന്നു വരും. അത് കണ്ട റെയ്നർ ആണെങ്കിൽ ആനിയോട് പറയും, നീ എത്രയും വേഗം അവന്റെ 3D മാനുവൽ ഗിയർ അത് ഊരിയെടുക്ക്. അവളാണെങ്കിൽ അതിന് വിസമ്മതിക്കും. അത് കണ്ട് റെയ്നർ ആണെങ്കിൽ അവളോട് ദേഷ്യപ്പെടും. അല്പം മുൻപ് ആ കോണിയെ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി രക്ഷിച്ചെടുത്തു അല്ലേ? നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യം നീ മറന്നുപോയോ? നീ വീണ്ടും നമ്മളുടെ ആളല്ലാൻ തെളിയിക്കുകയാണ്. ഇപ്പൊ നിനക്കൊരു അവസരം തരാം. കാത്തിരിക്കുന്ന അച്ഛനെ നീ മറക്കാനായിട്ട് പാടില്ല. സോ മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേൾക്ക്. അവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. റെയ്നർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് അവളോട് കൽപ്പിക്കും. വേറെ വഴിയില്ലാതെ മനസ്സില്ലാ മനസ്സോടുകൂടെ കണ്ണുകൾ അടച്ച് ആ 3D ഗിയർ മാനുവൽ അവന്റെ ദേഹത്തിന് അങ്ങനെ അഴിച്ചെടുക്കാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ ആ 3D ഗിയർ മാനുവൽ അടുത്തുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് വലിച്ചെറിയും. അതിനുശേഷം അവർ 3 പേരും അവിടുന്ന് കടന്നു പോവാണ്. മാർക്കോയ്ക്കാണെങ്കിൽ കാര്യം മനസ്സിലാവും. അവര് ഒരു ട്രാപ്പിൽ അവനെ പെടുത്തിയിരിക്കുകയാണ്. ആ ടൈറ്റൻസ് അവനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. രക്ഷപ്പെട്ടു പോകാനുള്ള 3D ഗിയർ മാനുവൽ അത് അവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്യും? ഇവരെന്തിനാണ് ഇപ്രകാരം ചെയ്തതെന്ന് ആലോചിച്ച് അവനാണെങ്കിൽ ഹൃദയം തകർന്ന് കരയും. ഒരു ടൈറ്റൻ ആണെങ്കിൽ അവിടേക്ക് വന്ന് മാർക്കോയെ പിടിച്ച് കൊന്നു കളയാണ്. ആനി ആണെങ്കിൽ അത് കണ്ട് കരയും. അത് കണ്ട് റെയ്നറും കരയാനായിട്ട് തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത പിന്നീട് കാണിക്കുക ആ മതിലിന് മുകളിലിരുന്ന് അവര് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇവരാണെങ്കിൽ പ്രധാനമായിട്ട് ആനയെക്കുറിച്ച് സംസാരിക്കും. ഇപ്രകാരം പവറുള്ള ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ടാവുന്നത് വലിയൊരു മെറിറ്റ് തന്നെയാണ്. താടിക്കാരനാണെങ്കിൽ റെയ്നറിനോട് പറയും, ഇത് നിന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. ഇവിടെ നീ കറക്റ്റ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നീ ഇനി മുതൽ ആർമർ ടൈറ്റൻ ആയിരിക്കില്ല. നിന്റെ സ്ഥാനം അത് ഞാൻ വേറെ ആൾക്ക് കൊടുക്കും. റെയ്നറാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. അയ്യോ ഇല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ തന്നെ അത് ചെയ്യാം. ബെർണോൾഡ് ആണെങ്കിൽ തീർത്ത് പറയും, ഇനി ആവശ്യമില്ലാതെ ആനയെക്കുറിച്ച് ചിന്തിക്കില്ല. ഈ ഒരു മിഷൻ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞ് അപ്പോൾ മാർക്കോയെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമിക്കും. അങ്ങനെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന അതേ സമയമായിരിക്കും നമ്മുടെ ആർമിൻ അവൻ ഗസ് ചെയ്ത ആ ഒരു ടൈറ്റിന് അവിടേക്ക് വന്ന് നമ്മുടെ ആൾക്കാർ അവിടേക്ക് വരുന്ന കാര്യം ഇൻഫോം ചെയ്യുക. അത് കേട്ട് ഇവരാണെങ്കിൽ യുദ്ധത്തിനുള്ള പ്ലാനും തയ്യാറെടുപ്പുകളും ആരംഭിക്കും. പിന്നീടാണെങ്കിൽ ഇത്തവണ ബെർണോൾഡിനോട് പറയും, എന്റെ സിഗ്നലിന് വേണ്ടി ഇത്തവണ നീ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആനയെ രക്ഷിക്കാൻ പോവുകയാണ് എന്നൊരു മൈൻഡ് സെറ്റോട് കൂടെ നീ ഫൈറ്റ് ചെയ്താൽ മതി. അത് കേട്ടാവും പറയും, അപ്പോൾ ആനയെ രക്ഷിക്കണ്ടേ? റെയ്നർ ആണെങ്കിൽ അല്പനേരം ചിന്തിക്കും. നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ നമുക്കതിന് ശ്രമിക്കാം. അതുപോലെ തന്നെ ഹിസ്റ്റോറിയയും നമുക്ക് രക്ഷിക്കാനായിട്ട് ശ്രമിക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെ യുദ്ധത്തിനായിട്ടെത്തും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. ബെർണോൾഡ് ആണെങ്കിൽ റെയ്നറിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. കാരണം അവൻ മാത്രമാണ് ഇപ്പൊ ടൈറ്റനായി മാറിയിരിക്കുന്നത്. ബെർണോൾഡിന്റെ ആ ഒരു സെക്ഷന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ സോൾജേഴ്സ് എല്ലാവരും ചേർന്ന് റെയ്നറിനെ തകർത്തിരിക്കുകയാണ്. ആ കാര്യം ഇപ്പോഴും ബെർണോൾഡ് അറിഞ്ഞിട്ടില്ല. പക്ഷെ അവന്റെ ബോഡി പൂർണ്ണമായിട്ടും നശിച്ചു പോയിട്ടില്ല. കോണിയും സാഷയും അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് വിഷമം തോന്നും. റെയ്നർ ഇപ്പോൾ ഒരു വില്ലനാണെങ്കിലും മുൻപ് അവരുടെ നല്ലൊരു സുഹൃത്തായിരുന്നു. ഇപ്രകാരം അവനോട് ചെയ്യേണ്ടി വന്നതിൽ അവർക്ക് നല്ല വിഷമമുണ്ട്. പിന്നാണെങ്കിൽ അത് കണ്ട് അവരോട് ദേഷ്യപ്പെടും. നിങ്ങൾ വെറുതെ കരയേണ്ട ആവശ്യമൊന്നുമില്ല, ഇവരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറയും. അതേസമയം റെയ്നർ അവൻ ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല. അത് മനസ്സിലാക്കിയ കണ്ണാടി പെണ്ണ് അവനെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതിനവനാണെങ്കിൽ അവളോട് പറയും, സത്യത്തിൽ എന്തിനാണ് റെയ്നറും കൂട്ടരും ഇപ്രകാരം ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിയുകയായിരുന്നെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്താമായിരുന്നു. അവരാണെങ്കിൽ ഒരു നെഗോസിയേഷന് പോലും തയ്യാറില്ല എന്ന് പറയുന്ന അടുത്ത നിമിഷം റെയ്നറിന്റെ ആ ഒരു ആർമർ ടൈറ്റൻ അങ്ങനെ വലിയ ശബ്ദത്തിൽ അങ്ങനെ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്.
റെയ്നറിന്റെ ശബ്ദം അത് കേൾക്കേണ്ട താമസം ബെർണോൾഡിനാണെങ്കിൽ അത് സിഗ്നലാണെന്ന് മനസ്സിലാവും. ആ കുരങ്ങൻ ടൈറ്റനാണെങ്കിൽ ബെർണോൾഡ് ഒളിച്ചിരിക്കുന്ന ആ ബാരൽ അങ്ങനെ വലിച്ചെറിയാണ്. ആർമിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ആയിരിക്കും റെയ്നർ ഇപ്പോ ഇത്രയും വലിയൊരു ശബ്ദം ഉണ്ടാക്കിയത്. ഒരുപക്ഷെ ഇത് ബെർണോൾഡിന് കൊടുത്ത ഒരു സിഗ്നൽ ആയിരിക്കും ചിന്തിക്കും. അപ്പോഴായിരിക്കും ആ ഒരു വലിയ ബാരലില് ബെർണോൾഡ് അങ്ങനെ പറന്നു വരുന്നത് ശ്രദ്ധിക്കുക. അത് കൊളോസ്ട്രിയൽ ടൈറ്റൻ ആണ്. നമ്മൾ എത്രയും വേഗം ഇവിടുന്ന് മാറിയിട്ടില്ല എങ്കിൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവുമെന്ന് പറയും. ഇവിടെ കണ്ണാടി പെണ്ണാണെങ്കിൽ ആ റെയ്നറിനെ തകർക്കാനായിട്ട് സോൾജിയേഴ്സിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാര്യം മനസ്സിലാക്കിയ സോൾജിയേഴ്സ് എല്ലാം തന്നെ ഇപ്പൊ റെയ്നറിന്റെ അടുത്തുനിന്ന് ദൂരേക്ക് ഓടി പോവാണ്. എറിനാണെങ്കിൽ കൊളോസ്ട്രിയൽ ടൈറ്റൻ അവൻ അങ്ങനെ ആ ഒരു ബാരൽ വരുന്നത് കണ്ട് അവന്റെ ദേഷ്യം കൂടും. ഓ നോ, ഇത് ഞങ്ങളുടെ പ്ലാനുകളെ മുഴുവൻ നശിപ്പിക്കാനുള്ള ഒരു വരവാണ്. സോൾജിയേഴ്സ് ഇപ്രകാരം ഭയന്ന് ഓടുന്നതിന് കാരണം അത് മറ്റൊന്നുമല്ല. ലാസ്റ്റ് ടൈം റെയ്നറിനെ പിടിക്കുന്ന ആ സമയത്താണ് കൊളോസ്ട്രിയൽ ഡ്രാഗൺ അവൻ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് വീണത്. ആ ഒരു വീഴ്ചയിലുണ്ടായിരുന്ന ബ്ലാസ്റ്റിൽ ഒരുപാട് പേര് പോയി. എന്തിന് ആ ഒരു വലിയ ബിൽഡിംഗ് പോലും തകർന്നടിഞ്ഞു. അത്രയും വലിയൊരു തകർച്ചയിൽ പെട്ടുപോകാൻ വയ്യാത്തതുകൊണ്ട് സോൾജേഴ്സ് എല്ലാം നാനാ ഭാഗത്തേക്ക് ഓടും. ഇവിടെ ബെർണോൾഡ് ആണെങ്കിൽ ദൂരേക്ക് നോക്കും. അവൻ ടൈറ്റനായി മാറി താഴേക്ക് ചാടാൻ റെഡിയായിട്ട് നിൽക്കുമ്പോഴായിരിക്കും റെയ്നറിന്റെ അവസ്ഥ അവൻ കാണുക. അവന്റെ അവസ്ഥ മോശമാണെന്ന് മനസ്സിലാക്കിയ ബെർണോൾഡ് അവനാണെങ്കിൽ ഇപ്പൊ താഴേക്ക് നോർമലായ രീതിയിൽ തന്നെ ചാടും. അതിനുശേഷം റെയ്നറിന് അവരിപ്പോഴും ജീവനുണ്ടോ ചെക്ക് ചെയ്യും. അവൻ എപ്പോഴും ജീവൻ ബാക്കിയുണ്ട്. മാത്രമല്ല അവന്റെ കോൺഷ്യസ്നെസ് അവന്റെ നെർവ്സിലേക്ക് ഇപ്പൊ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. റെയ്നർ ആണെങ്കിൽ അരണ്ട ശബ്ദത്തിൽ അവനോട് പറയും, ഇനി എല്ലാ കാര്യങ്ങളും നീ നോക്കണം. ഇവിടെ ഹാൻജിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവർ പ്രതീക്ഷിച്ചതിനപ്പുറത്തായിട്ട് അവനിപ്പോ നോർമൽ ലെവലിലാണ് താഴേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ലെവിന്റെ ടീം എറിനെ ശ്രദ്ധിക്കണം. ആർമിന്റെ കമാൻഡിന് കീഴെയായിരിക്കണം അവർ വർക്ക് ചെയ്യാൻ. ബാക്കിയുള്ളവരോട് എല്ലാവരോടും ഇപ്പോ ബെർണോൾഡിനെ തകർക്കാനായിട്ട് അവന്റെ നേർക്ക് പോവാനായിട്ട് പറയും. ആർമിനാണെങ്കിൽ വിളിച്ചു പറയും, ഇങ്ങനൊരു അവസരം ഇനി കിട്ടില്ല, ഞാൻ നെഗോസിയേഷന് തയ്യാറാവുകയാണെന്ന് പറഞ്ഞ്. ആർമിനാണെങ്കിൽ ബെർണോൾഡോട് പറയും, ബെർണോൾഡ് ഞാൻ പറയുന്നത് കേൾക്ക്, നിൽക്കുന്ന ആ ഭാഗത്ത് തന്നെ നിൽക്ക്, ഞാൻ നിന്റെ അടുത്തേക്ക് വന്ന് നമുക്ക് നെഗോസിയേഷൻ സംസാരിക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്നതെന്നുള്ള കാര്യം തുറന്നു പറയും. അതിനവൻ പറയും, നെഗോസിയേഷൻ ഞാൻ തയ്യാറാണ്, അതിനുശേഷം മരിക്കാൻ നീയും തയ്യാറായിരിക്കണം. എറിനെ പിടിച്ചെടുക്കുക, അതിനുശേഷം നിങ്ങളെ എല്ലാവരെയും ചുട്ടുകരിച്ചില്ലാതാക്കുക, അതാണ് ഞങ്ങളുടെ ഏക ലക്ഷ്യം. അത് കേട്ട അർമിനാണെങ്കിൽ അവന്റെ ദേഷ്യം കൂടുകയാണ്. അവൻ ഇപ്പോ ബെർണോൾഡിനെ വെറുപ്പിക്കാനായിട്ട് അവനോട് പറയും, ഞാനും നെഗോസിയേഷൻ ശ്രമിച്ചത് ആനിയെ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിരുന്നു. പക്ഷേ നീ ഇപ്പൊ പറഞ്ഞ വാക്കുകൾ അവർ കേട്ടു കഴിഞ്ഞു. സോ ഇനി ആനിക്ക് കിട്ടാൻ പോകുന്നത് കരകയാതനയാണ്. ഉറപ്പായാലും അവളെ തല്ലി തല്ലി ഇഞ്ചിഞ്ചായി അവർ കൊന്നുകളയും. അത് കേട്ട് ബെർണോൾഡിന് ട്രിഗറാവും. അവനാണെങ്കിൽ ഓടി ഇപ്പോ ആർമിന്റെ അടുത്തേക്ക് വരികയാണ്. നീ എന്നെ വിട്ടിയാക്കാൻ നോക്കുകയാണോ? അവളെ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. ഞങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഞങ്ങൾ മാറില്ല. ആർമിനാണെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കും. ബെർണോൾഡ് ആണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യും. നീ എവിടേക്കാണ് രക്ഷപ്പെട്ടു പോകുന്നത്? ഇങ്ങനെയൊക്കെ സംസാരിച്ച് നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എന്നെ ഒരു വിട്ടിയാക്കാൻ പറ്റുമെന്ന് നീ കരുതുന്നുണ്ടോ? ദൂരത്തായിട്ട് എറിനാണെങ്കിൽ അവൻ രക്ഷിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ജിന്ന് എറിനെ തടയും. ഇപ്പൊ നമ്മൾ എടുത്തു ചാടാനായിട്ട് പാടില്ല. തീർച്ചയായിട്ടും നമ്മൾ അല്പനേരം വെയിറ്റ് ചെയ്യണം. എന്നാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ആർമിൻ എന്തിനായിരിക്കും ഇപ്രകാരം സംസാരിച്ചതും ഒരു നെഗോസിയേഷന് ശ്രമിച്ചതെന്നും അവന് മനസ്സിലാവില്ല. ബെർണോൾഡ് ആണെങ്കിൽ ടെററായിട്ട് ആർമിനോട് പറയും, നീ സംസാരിച്ച് സമയം കളയുകയാണെന്ന് എനിക്കറിയാം. സോൾജിയേഴ്സിനെ അവർ റൗണ്ട് ചെയ്യിപ്പിച്ച് എന്നെ അറ്റാക്ക് ചെയ്യാനാണ് നിന്റെ ശ്രമമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അത് കേട്ട് ആർമിൻ പറയും, അത് മനസ്സിലായെങ്കിൽ പിന്നെ എന്തിനാണ് നീ നോക്കി നിൽക്കുന്നത്? നിനക്ക് ഞങ്ങളെ അറ്റാക്ക് ചെയ്തൂടെ? അതിനവൻ പറയും, നിങ്ങളെ എല്ലാവരെയും എൻ്റെ സുഹൃത്തുക്കളായിട്ടായിരുന്നു ഞാൻ കണ്ടത്. പക്ഷേ ഇപ്പോൾ നിങ്ങളെ ഓരോരുത്തരെയായിട്ട് ഞാൻ വെട്ടി വീഴ്ത്തും, നിങ്ങളെ ഇല്ലാതാക്കും. റെയ്നറിനോട് നിങ്ങൾ ചെയ്തത് അത് എന്നോട് ചെയ്യാൻ നിങ്ങളെ കൊണ്ടാവില്ല എന്ന് പറയും. അത് കേട്ട് ആർമിനാണെങ്കിൽ അവനോട് ചോദിക്കും, എന്തിനു വേണ്ടി നീ ഞങ്ങളെ വെട്ടി വീഴ്ത്തുന്നു? ഞങ്ങളെന്താ മോൺസ്റ്റേഴ്സ് ആണോ? ബെർണോൾഡ് ആണെങ്കിൽ അതിന് മറുപടി പറയും, എന്താണ് കാരണമെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല. പക്ഷേ നിങ്ങളെ ഉറപ്പായാലും ഞാൻ കൊല്ലുമെന്ന് പറയും. ആ സമയം നമ്മുടെ വികാസ അവൾ ചാടി വന്ന് അവനെ വെട്ടാൻ ശ്രമിക്കും. പക്ഷെ അവൻ കറക്റ്റായിട്ട് അവളുടെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യും. വികാസയാണെങ്കിൽ ചില്ലറക്കാരിയല്ല. അവൾ നിർത്താതെ അവനുമായിട്ട് പോരാടും. ഒരു പരിധി എത്തുമ്പോൾ അവളുമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ബെർണോൾഡ് ആണെങ്കിൽ അവിടുന്ന് ഓടി പോവാണ്. ആർമിനാണെങ്കിൽ അവന്റെ പിന്നാലെ പോകാൻ ശ്രമിക്കും. അതിനവള് പറയും, ഇപ്പൊ അവന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. അവൻ എപ്പോൾ വേണമെങ്കിലും അവന്റെ ടൈറ്റൻ രൂപത്തിലേക്ക് മാറാം. അത് വലിയ അപകടമാണ്. പക്ഷേ ഇപ്പൊ അതിന് ചാൻസ് ഞാൻ കാണുന്നില്ല. കാരണം ട്രെയിനർ അപകടത്തിൽപ്പെട്ട് നമ്മളുടെ കയ്യിൽ പെട്ടിരിക്കുകയാണെന്ന് അവന് നന്നായിട്ട് അറിയാം. ഇവിടെ ബാക്കിയുള്ള സോൾജിയേഴ്സ് ആണെങ്കിൽ റെയ്നറിനെ പൂർണ്ണമായിട്ട് തകർക്കാൻ അവന്റെ അടുത്തേക്ക് കിടക്കും. പക്ഷെ ബോഡി ഇപ്പോൾ കിടക്കുന്നത് മലർന്നാണ്. ആ ബോഡിയിൽ നിന്ന് റെയ്നറിനെ പുറത്തേക്ക് എടുക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. ഇവിടെ ബെർണോൾഡിനാണെങ്കിൽ അവന് തന്നെ വല്ലാത്തൊരു കോൺഫിഡൻസ് ഇപ്പൊ തോന്നുകയാണ്. പഴയ ഭീതിയോ പേടിയോ ടെൻഷനോ ഒന്നും അവനില്ല. അവൻ ഒരുപാട് മുകളിലേക്ക് അങ്ങനെ ഉയർന്നു പോകുന്നത് കാണുമ്പോൾ ആഞ്ചിക്കാണെങ്കിൽ ഏകദേശം കാര്യം മനസ്സിലാവും.
അവൻ അവന്റെ ടൈറ്റൻ ഫോമിലേക്ക് പോകാൻ പോവുകയാണെന്ന്. വലിയൊരു ന്യൂക്ലിയർ ബോംബ് പോലെ അവൻ താഴേക്ക് വന്ന് വീഴുമെന്ന്. അവളാണെങ്കിൽ എല്ലാ സോൾജേഴ്സിനോടും അവിടുന്ന് മാറാനായിട്ട് പറയും. പക്ഷെ ഞൊട്ടിയിടയിൽ അവൻ വലിയൊരു ബോംബ് പോലെ താഴേക്ക് വന്ന് വീഴുകയാണ്. പക്ഷെ കണ്ണാടിപ്പണിന്റെ സോൾജേഴ്സ് എല്ലാം ആ ഒരു വലിയ പൊട്ടിത്തെറിയിൽ അങ്ങനെ തകർന്നു പോവാണ്. അവനാണെങ്കിൽ മുകളിലേക്ക് എഴുന്നേറ്റ് നിന്ന് ഒരുപാട് വീടുകളൊക്കെ തകർത്ത് ബിൽഡിംഗ് പീസുകൾ ചുറ്റും വലിച്ചെറിയാണ്. ഇവിടെ മിക്കാസയാണെങ്കിൽ അവനോട് അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ ചോദിക്കും. അതിനവൻ പറയും, നമുക്ക് എത്രയും വേഗം കമാൻഡറിന്റെ അടുത്തേക്ക് പോകണം. അദ്ദേഹത്തിന് ഇൻസ്ട്രക്ഷൻ പ്രകാരം മാത്രമേ ഇനി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ. മിക്കാസയാണെങ്കിൽ അത് കേട്ട് ടെൻസ്ഡ് ആവും. ഓ നോ, ഇങ്ങനെ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാൻ നമുക്ക് സമയമില്ല. ആ മതിലുകൾക്ക് അടുത്തേക്ക് വന്ന് ആ മതിലുകൾ തകർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുതിരകളും എല്ലാം തന്നെ അപകടത്തിലാവും. പിന്നീട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പോലും കഴിയാത്ത അവസ്ഥ എത്തും. സോ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം നീ എടുത്തേ പറ്റൂ അർമീൻ. ഇവിടെ കമാൻഡർ ആണെങ്കിൽ ബർണൂളിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതേസമയം കൊരങ്ങൻ ടൈറ്റൻ അവൻ കാതോർത്ത് അങ്ങനെ നിൽക്കും. അവൻ ഏകദേശം കാര്യം മനസ്സിലായി, നമ്മുടെ ആൾക്കാർ പെട്ടുവെന്ന്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.